അവിടെ കാത്തിരിക്കും. ശിവാനി വന്നില്ലെങ്കിൽ എനിക്ക് ബാല ഇറക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. ശരിക്കും മൊത്തത്തില് ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഹായ് ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഉപ്പുമുളകിൻ്റെ പുതിയ പ്രമോ എത്തിയിട്ടുണ്ട്. പ്രമോ കുറച്ച് സസ്പെൻസ് ത്രില്ലർ പ്രമോയാണെന്നാണ് തോന്നുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ശിവാനിയും ഷിബു റോക്സും കൂടി സംസാരിക്കുന്നതാണ് പ്രമോയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷിബു റോക്സ് ശിവാനിയോടൊക്കെ പറയുന്നുണ്ട്, ശിവാനി നീ ഒന്ന് പാറമട വരണം, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശിവാനി ചോദിക്കുന്നുണ്ട്, എടേ നീ എന്നെ കുഴപ്പിച്ചൂടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ പാറക്കുട്ടി ചോദിക്കുന്നതാണ്, ശിവാനി ചേച്ചി കാണുന്നില്ല. അപ്പോൾ നമ്മുടെ സിദ്ധു പറയുന്നുണ്ട്, ശിവാനിയുടെ മുഖത്തൊരു ടെൻഷനുള്ളത് എനിക്ക് തോന്നിയെന്ന് പറയും. അപ്പോൾ കേശുവും പറയും, അത് ഞാൻ ശ്രദ്ധിച്ചെന്ന് പറയും. അപ്പോൾ ഭവാനിയമ്മ അത് തന്നെ പറയുന്നു, അവൾക്കൊരു മുഖത്ത് ടെൻഷൻ ഉള്ളതുപോലെ തോന്നിയെന്ന് പറയും. അങ്ങനെ നമ്മുടെ കേശുവും ലച്ചുവും എല്ലാം കൂടി ഇങ്ങനെ ശിവയെ തിരക്ക് നടക്കുന്നുണ്ട്. ശിവയെന്ന് പറഞ്ഞ് വിളിച്ച് അവിടെയൊക്കെ നമ്മുടെ പാറമേടയുടെ അവിടെ കൂടിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് എല്ലാവർക്കും നല്ല ടെൻഷനാകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കേശു വിളിച്ച് പറയും, ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് കേശു ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കേശു ഫോൺ ചെയ്ത് നോക്കുന്നു. പക്ഷേ ഫോൺ ചെയ്യുമ്പോൾ റിങ്ങൊക്കെ എടുക്കുന്നുണ്ടാവും, പക്ഷേ ഫോൺ കിട്ടുന്നില്ല. ആ പാടെ എല്ലാവർക്കും കൺഫ്യൂഷനായി. പാറമേട വീട്ടിൽ ഫുൾ ആൾക്കാർക്ക് ടെൻഷനായിരിക്കുകയാണ്. അപ്പോൾ സിദ്ധുവാണ് അപ്പോഴിങ്ങനെ സംസാരിക്കുന്നത്, അവളുടെ മുഖത്ത് ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് അതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ആകപ്പാട് ടെൻഷനാകുന്നു. പിന്നെ നമ്മുടെ ഭവാനിയമ്മയും സിദ്ധുവും ലച്ചുവും എല്ലാം കൂടി ടെൻഷൻ അടിച്ച് നിൽക്കാൻ നേരത്ത് ഇപ്പം സിദ്ധു പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, എനിക്ക് റോക്സിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റോക്സിനെ വിളിച്ച് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫോൺ എടുക്കുന്നില്ല, ആരും എടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് ടെൻഷനായി കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്കോടുകൂടിയാണ് കാണിക്കുന്നത് മറ്റേ നമ്മുടെ ഫോൺ, ശിവാനിയുടെ ഫോണാണെന്ന് തോന്നുന്നു, സെപ്പറേറ്റ് ഇങ്ങനെ ഒരു പുല്ലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് അവർ കാണുന്നില്ല സംഭവം. നമുക്ക് സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. എന്തായാലും ഷിബു റോക്സ് ചിലപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ നമുക്ക് നോക്കാം എപ്പിസോഡിൽ എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എപ്പിസോഡിലൊക്കെ ചിലപ്പോൾ ഷിബു റോക്സിൻ്റെ കോമഡിയൊക്കെ ആകാനാണ് സാധ്യത. ഉപ്പുമുളകും അല്ലേ, വലിയ സീരിയസ്നെസ്സൊന്നും പോകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഷിബു റോക്സിന് അങ്ങനെ ചെയ്യാനും കഴിയത്തില്ല. ഷിബു റോക്സിൻ്റെ ക്യാരക്ടർ അങ്ങനെ അല്ലല്ലോ. ഷിബു റോക്സ് ഒരു പ്രത്യേക ക്യാരക്ടർ പിടിച്ച് പോകുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ പിടിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. അല്പം കോമഡിയും അല്പം മണ്ടത്തരും അല്പം ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നൊരു വ്യക്തിയാണ് ഷിബു റോക്സ്. അപ്പോൾ ആ ക്യാരക്ടർ ഏകദേശം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ വേറെ അതിലേക്ക് അപ്പുറത്തേക്ക് പിന്നെ വേറെ ആരെങ്കിലും ഇതിൻ്റെ ഇടയിൽ കടന്നു വന്നെങ്കിലേ ഉള്ളൂ, വല്ല വില്ലന്മാരോ വല്ല എന്തെങ്കിലും ആയിട്ട് കടന്നു വരുവാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊരു വിഷയമാണ്. എന്തായാലും എപ്പിസോഡ് വരട്ടെ, എപ്പിസോഡ് വന്നിട്ട് നമുക്ക് നോക്കാം. എപ്പിസോഡ് ചിലപ്പോൾ പുതിയ എന്തെങ്കിലും സസ്പെൻസ് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. അതായിരിക്കും ഇങ്ങനൊരു അവരിത് വിട്ടത്, ഒരു സസ്പെൻസിന് വേണ്ടി ആയിരിക്കാം ഇങ്ങനൊരു പ്രമോ അവർ വിട്ടത്. എന്തായാലും നമുക്ക് നോക്കാം, എപ്പിസോഡ് വരട്ടെ. അപ്പോൾ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറ. ഓക്കെ, ബായ്.